എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ ചിയോളിനെ കാണിച്ചുകൊണ്ടാണ്. അവനാണെങ്കിൽ അവൻ്റെ റൂമിലായിട്ട് വന്നിട്ട് നോക്കും. അതായത് അവൻ്റെ വൈഫും കുഞ്ഞും ഇതുവരെ ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ റൂമിൽ വന്നിട്ട് ഡീഹിയുടെ പേര് വിളിക്കും. എന്നാൽ അവളുടെ പൊടി പോലും ഉണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ അവിടെ എല്ലാം നല്ലതുപോലെ തിരക്കി നോക്കും. അങ്ങനെ അവസാനം നമ്മുടെ ഡീഹി ആണെങ്കിൽ അവിടെ ചിയോളിന് വേണ്ടിയിട്ട് എഴുതി വെച്ചിരുന്ന ഒരു ലെറ്റർ കിട്ടും. അത് കാണുന്നേയും അവൻ ഭയങ്കര ഷോക്കാകും. അത് വായിച്ചു നോക്കുമ്പോൾ എന്തുവാ അവൾ എന്തൊക്കെയോ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് വായിക്കുന്നേ നമ്മളുടെ ചിയോള് ഭയങ്കരമായിട്ട് ഞെട്ടി തേച്ച് നിൽക്കും. കൂട്ടത്തിൽ തന്നെ അവനാണെങ്കിൽ അവളെ തിരക്കി പുറത്തോട്ട് ഇറങ്ങാനായിട്ട് ഒരുങ്ങും. വന്ന് നോക്കുമ്പോൾ എന്താ അവിടെയായിട്ട് ഒരുപാട് കാറുകളൊക്കെ ഉണ്ട്. എന്നാൽ നമ്മുടെ ചിയോളിനാണെങ്കിൽ മര്യാദയ്ക്ക് ഒരു കാർ ഓടിക്കാൻ കൂടി അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ അവിടെ ഇരുന്ന് ഒരു സൈക്കിൾ എടുത്തിട്ട് നമ്മളുടെ ഈ ഡീഹിയുടെ പേരും വിളിച്ചിട്ട് സൈക്കിൾ ഓടിക്കാനായിട്ട് തുടങ്ങും. അവനാണെങ്കിൽ സൈക്കിളും മര്യാദയ്ക്ക് ഓടിക്കാൻ അറിയത്തില്ലല്ലോ. പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ ആ സൈക്കിളിൽ നിന്ന് താഴേക്ക് വീഴും. എങ്കിലും അവനാണെങ്കിൽ ഒന്നും ഗീവ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിരുന്നില്ല. അവൻ ഡീഹിയുടെ പേരും വിളിച്ച് വല്ലാണ്ട് കിടന്ന് കരയും. കൂട്ടത്തിൽ തന്നെ അവൻ സൈക്കിൾ എടുത്ത് വീണ്ടും ചവിട്ടാനൊരുങ്ങും. എങ്കിലും അവൻ ഒന്നുകൂടി വീഴും. അവൻ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് നിലവിളിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ചെയർമാനെയാണ്. അയാളാണെങ്കിൽ ഇപ്പം അയാളുടെ ഗേൾ ഫ്രണ്ടുമായിട്ടിരുന്നിട്ട് ഗെയിം കളിക്കുമായിരുന്നു. അതായത് നമ്മുടെ ചെസ്സ് പോലത്തെ ഒരു ഗെയിം. അയാളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതും പെട്ടെന്ന് തന്നെ നമ്മളുടെ ആൻറ്റി ഇല്ലേ അവരാണെങ്കിൽ ഈ ചെയർമാനെ വിളിക്കും. കുറേ തവണ കോൾ ചെയ്യും. എങ്കിലും ഈ ചെയർമാൻ ആണെങ്കിൽ കോൾ എടുക്കാനൊന്നും റെഡി ആയിരുന്നില്ല. അയാൾ വിചാരിക്കും ഇവളെന്തോത്തിനെ എന്നെ എങ്ങനെ കിടന്ന് വിളിക്കുന്നേ എന്ന്. അവസാനം ഈ ചെയർമാൻ ആണെങ്കിൽ ആയിരിക്കും എന്തായിരുന്നാലും അവൾ ഇത്രയും കിടന്ന് വിളിക്കുന്നില്ലേ, ഒന്ന് കോൾ അറ്റൻഡ് ചെയ്തേക്കാന്ന് പറഞ്ഞിട്ട് അയാൾ കോൾ എടുക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ ആൻറ്റിയുടെ കോളിനകത്തേ വിളിച്ചത് ആൻറ്റി അല്ലായിരുന്നു, പകരം നമ്മുടെ യൂനു ആണ്. യൂനു വേഗം തന്നെ വിളിച്ചിട്ട് നമ്മുടെ ചെയർമാൻ്റെ അടുത്ത് കാര്യം പറയും. ചെയർമാൻ, എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് നിങ്ങളുടെ അടുത്തിരിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നിനും റിപ്ലൈ തരണ്ട, ജസ്റ്റ് കേട്ടിരുന്നാൽ മാത്രം മതി. ഞാനിപ്പോൾ കൺഫേം ആക്കി, നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിന് ഒരു മോനുണ്ട്. അത് വേറെ ആരുമല്ല, ആ യൂൻസങ് തന്നെയാണ്. അവൻ്റെയും ആ ഗേൾ ഫ്രണ്ടിൻ്റെയും DNA ടെസ്റ്റ് എടുത്തു, അത് പോസിറ്റീവ് ആണ്. നിങ്ങളാണെങ്കിൽ ആ ഗേൾ ഫ്രണ്ടിനല്ലേ ക്യൂൻസ് ഗ്രൂപ്പിൻ്റെ എല്ലാ സംഭവങ്ങളും എഴുതി കൊടുത്തേക്കുന്നത്. പോരാത്തതിന് ആ യൂൻസങ്ങിൻ്റെ കയ്യിലാണെങ്കിൽ എത്രയോ % ഷെയർസും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യൂൻസ് ഗ്രൂപ്പ് ഉടനെ പോകാനായിട്ടുള്ള എല്ലാ ചാൻസസും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉടനെ തന്നെ ഒരു കാര്യം ചെയ്യണം, ആ എഗ്രിമെൻ്റ് എല്ലാം തിരുത്തി എഴുതണം. ഇല്ലാന്നുണ്ടെങ്കിൽ ക്യൂൻസ് ഗ്രൂപ്പ് കയ്യിൽ നിന്ന് പോവൂ എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ചെയർമാൻ ഭയങ്കര ഷോക്കാകും. അയാളാണെങ്കിൽ വലിയ റിയാക്ഷൻ ഒന്നും കൊടുക്കത്തില്ല. പെട്ടെന്ന് തന്നെ ഇയാൾക്കാണെങ്കിൽ ഷോക്ക് കാരണം നെഞ്ചുവേന വരുന്നത് പോലെ തോന്നും, അതായത് അറ്റാക്ക് പോലെ. ഇത് കാണുന്നത് നമ്മുടെ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ ഇയാളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കും, എന്ത് പറ്റി, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾക്ക് വയ്യായിക വല്ലതും ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര കെയർ ഒക്കെ കാണിക്കാൻ തുടങ്ങും. അവരാണെങ്കിൽ ചോദിക്കും, നിങ്ങൾക്ക് വയ്യാങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ ചെയർമാൻ ആണെങ്കിൽ ഈ ഗേൾ ഫ്രണ്ടിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഉടനെ തന്നെ ഈ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ അവരുടെ സ്വഭാവം അങ്ങ് മാറ്റും. അവർ ഭയങ്കര വില്ലത്തിനെ പോലെ ചിരിക്കാൻ തുടങ്ങും. അവരാണെങ്കിൽ അവിടെ പറയും, നിങ്ങൾക്ക് ഞാൻ തന്ന ഡ്രഗ് വർക്ക് ചെയ്യാൻ തുടങ്ങി, ഞാൻ നിങ്ങൾക്ക് പോയിസൺ തന്നായിരുന്നു. ഇത് കേൾക്കുന്നേ നമ്മുടെ ചെയർമാനൊന്നും മനസ്സിലാവത്തില്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലേഡി ആണെങ്കിൽ ഇയാൾ ഗെയിം കളിച്ചില്ലേ, അയാൾ ഏതൊക്കെ കട്ടയാണോ എടുക്കുന്നത് അതിനകത്തെല്ലാം ആയിട്ട് ആ ഒരു പൊടി വിതറിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ചെയർമാൻ ആണെങ്കിൽ ഗെയിം കളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അയാൾ കൈ ഇങ്ങനെ മൂക്കിൻ്റെ അടുത്ത് വെച്ചിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ പേരിൽ അയാളുടെ ശരീരത്തിൻ്റെ അകത്തായിട്ട് ഇവർ ഏത് പോയിസൺ ആണോ വെച്ചത് അത് കയറിപ്പോവുകയും ചെയ്തു. അതാണ് ഇവിടെ സംഭവിച്ചത്. സത്യം പറഞ്ഞാൽ ഇത് ആലോചിക്കുന്നതിന് നമ്മുടെ ചെയർമാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. ഇയാൾക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഉടനെ തന്നെ ആ ഗേൾ ഫ്രണ്ട് പറയും, നിങ്ങൾ എന്തായിരുന്നാലും മരിച്ചു പോകത്തില്ല, നിങ്ങളൊരു 2-3 മാസം ഇതേപോലെ പാരലൈസ് ആയിട്ട് കോമയിൽ കിടക്കും. ഞാൻ എല്ലാവരത്തും അറ്റാക്കാണെന്ന് പറഞ്ഞോളാം. നിങ്ങൾ എന്തായിരുന്നാലും എൻ്റെ പേരിൽ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചില്ലേ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും വയ്യായിക വന്നു കഴിഞ്ഞാൽ ഞാനായിരിക്കും എല്ലാം നോക്കി നടത്തേണ്ടേ എന്ന്. അതിൽ നിങ്ങൾ സൈൻ ചെയ്തിട്ടില്ല, ഇനി അതും കൂടി ചെയ്തു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഈ ലേഡി ആണെങ്കിൽ നമ്മുടെ ഈ ചെയർമാൻ്റെ കൈ പിടിച്ചിട്ട് അതിനകത്ത് സൈനൊക്കെ ചെയ്യിപ്പിക്കും. എന്നിട്ട് അവർ പറയും, നിങ്ങൾ ഇപ്പോഴെങ്ങും മരിക്കേണ്ട ആവശ്യമില്ല, ഒരു 3 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഇതൊക്കെ മരിച്ചാൽ മതി എന്ന്. സത്യത്തിൽ നമ്മുടെ ചെയർമാൻ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാര്യം അയാളുടെ അവസ്ഥ ഇപ്പോൾ അത്രയ്ക്കും ക്രിട്ടിക്കലായിരുന്നു. ഈ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ നമ്മുടെ ഈ ചെയർമാന് അറ്റാക്ക് വന്നു എന്നും പറഞ്ഞിട്ട് പബ്ലിഷ് ആക്കിയിട്ട് ഇയാളെ ഹോസ്പിറ്റലായിട്ട് അഡ്മിറ്റ് ആക്കും. ഇതറിയുന്നത് നമ്മുടെ ചെയർമാൻ്റെ വീട്ടുകാരെല്ലാം നമ്മുടെ ഈ ചെയർമാനെ കാണാൻ വേണ്ടിയിട്ട് വരും. നമ്മളുടെ ആ ആൻറ്റിയും ഉണ്ട്. എന്നാൽ ഇവരെ ആരെയും ഹോസ്പിറ്റലിൻ്റെ അകത്തോട്ട് കടത്തി വിടത്തില്ല. അതിൻ്റെ പുറത്തായിട്ട് ഒരുപാട് ബോഡി ഗാർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തുവാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചെയർമാൻ്റെ എല്ലാ സ്വത്തും ടേക്ക് ഓവർ ചെയ്തേക്കുന്ന ആ ഗേൾ ഫ്രണ്ട് തന്നെ. അവരും അവിടേക്ക് വരും. എന്നിട്ട് പറയും, നിങ്ങളെ ആരെ അകത്തോട്ട് അലോ ചെയ്യാൻ പറ്റത്തില്ല, ചെയർമാൻ എൻ്റെ പേരിൽ എല്ലാ പവറും എഴുതി തന്നേക്കുവാണ്, ചെയർമാന് വയ്യാതിരിക്കുന്ന സമയത്ത് ഞാനായിരിക്കും ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് എന്ന്.
ഇത് കേൾക്കുന്നേയും നമ്മളുടെ ആ ക്യൂൻസ് ഗ്രൂപ്പിലെ ബാക്കിയുള്ള മെമ്പേഴ്സില്ലേ, അവർക്ക് എല്ലാവർക്കും ഭയങ്കര ദേഷ്യം വരും. എന്താന്ന് വെച്ചാൽ അവരുടെ സ്വന്തം അച്ഛനെ കാണാനുള്ള പെർമിഷൻ പോലും അവർക്കിപ്പോൾ കിട്ടാത്ത അവസ്ഥയായി. ഇവിടെയാണെങ്കിൽ ആ ബോഡി ഗാർഡ്സ് ഇവരെ അകത്തോട്ട് കടത്തി വിടത്തേയില്ല. പെട്ടെന്ന് തന്നെ അവിടേക്ക് ഒരു ലോയറും വരും. അയാൾ വന്നിട്ട് പറയും, അതായത് ഇനിയിപ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളുടെ എല്ലാ പവറും ഞങ്ങൾ ഫ്രീസ് ചെയ്യുവാണ്. അതായത് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് അതേപോലെ തന്നെ ക്യൂൻസ് ഗ്രൂപ്പിന്റെ ഒരു ഫെസിലിറ്റീസും യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ക്യൂൻസ് ഗ്രൂപ്പിലെ ബാക്കിയുള്ളവരെല്ലാം ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. ഉടനെ തന്നെ നമ്മുടെ യൂനു ആണെങ്കിൽ ആ എഗ്രിമെന്റ് വാങ്ങി വായിച്ചു നോക്കാൻ നോക്കും. അപ്പോൾ എന്തുവാ, നമ്മുടെ ചെയർമാൻ ആണെങ്കിൽ അതിനകത്ത് സൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ യൂനുവിന് ഇനിയിപ്പോൾ ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല. അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഷോക്കായി നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ആൻറ്റി ആണെങ്കിൽ ഈ ഗേൾ ഫ്രണ്ട് ഇല്ലേ, അവരുമായിട്ട് നല്ലതുപോലെ അടിയിടും. എന്നിട്ട് നമ്മുടെ ആൻറ്റി പറയും, അതായത് നിങ്ങളുടെ സത്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളാണെങ്കിൽ എന്തൊക്കെയായിരുന്നാലും ഞങ്ങളെ ചതിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ ഫാമിലിയിലായിട്ട് കയറിക്കൂടിയത്. ഞാൻ കണ്ടുപിടിച്ചു, നിങ്ങളുടെ മോൻ തന്നെയാണ് ആ യൂൻസങ് എന്ന്. ഇത് കേൾക്കുന്ന ആ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ അതങ്ങ് സമ്മതിച്ചു കൊടുക്കും. അവർ പറയും, അതെ അത് സത്യമാണ്, എന്തൊക്കെയായിരുന്നാലും ചെയർമാൻ എൻ്റെ പേരിൽ എല്ലാം നോക്കി നടത്താനുള്ള ഇൻചാർജായിട്ട് എന്നെ ഫിക്സ് ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ ഇനിയിപ്പോൾ അതിന് പിന്മാറുമെന്ന് നിങ്ങൾ വിചാരിക്കുക കൂടി വേണ്ട. എന്തായിരുന്നാലും നമുക്കെല്ലാം ലീഗലി മൂവ് ചെയ്യാം. നിങ്ങളെ ഞാൻ നിങ്ങളുടെ അച്ഛനെ ഒരിക്കലും കാണിക്കത്തുമില്ല, അയാളെ ഞാൻ നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗേൾ ഫ്രണ്ട് അവിടെ നിന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യൂൻസങ്ങിനെയാണ്. അവനാണെങ്കിൽ അവൻ്റെ ഡ്യൂട്ടിയൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയായിരുന്നു. ഇപ്പോൾ നമ്മുടെ യൂൻസങ്ങിൻ്റെ കയ്യിലാണ്, അതായത് ക്യൂൻസ് ഗ്രൂപ്പിൻ്റെ ഒരു 30% ഷെയർ. അവനും അവൻ്റെ അമ്മയും കൂടി ഒരു മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ട് ഇവരാണെങ്കിൽ അവിടെയുള്ള ക്യൂൻസ് ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ള ഷെയർ മെമ്പേഴ്സ് ഇല്ലേ, അവരെ എല്ലാവരെയും കൂടി വിളിച്ചിട്ട് ഒരു മീറ്റിംഗ് തന്നെ കണ്ടക്ട് ചെയ്യും. അവിടെയാണെങ്കിൽ അവർ തീരുമാനിക്കും, അതായത് ക്യൂൻസ് ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെയും എല്ലാ പൊസിഷനും എടുത്ത് കളയണം എന്ന്. ഇത് കേൾക്കുന്നതും ഷെയർ മെമ്പേഴ്സ് എല്ലാം നമ്മുടെ യൂൻസങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ ക്യൂൻസ് ഗ്രൂപ്പിൻ്റെ ചെയർമാനില്ലേ, അയാളുടെ പേരിൽ ഇപ്പോൾ ഫണ്ട് റിലേറ്റഡ് ആയിട്ട് കുറേ കേസും കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നോ. അതൊക്കെ കൊണ്ട് തന്നെ അവരെല്ലാവരും വിചാരിച്ചേക്കുന്ന ക്യൂൻസ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ എന്തൊക്കെയോ അഴിമതി ചെയ്തു എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ നമ്മുടെ യൂൻസങ്ങിനെയും ചൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ പേരിൽ എല്ലാവരും കൂടി ചേർന്നിട്ട് ക്യൂൻസ് ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും ഇപ്പോൾ അടിച്ച് പുറത്താക്കിയിട്ടുണ്ടല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ ഇവരുടെ എല്ലാവരെയും നെയിം ടാഗില്ലേ, അതെല്ലാം എടുത്ത് പുറത്ത് വേസ്റ്റ് കൊട്ടയിലായിട്ട് ഇടും. ഇതെല്ലാം ന്യൂസുകാർ വന്നിട്ട് ഫോട്ടോയൊക്കെ എടുക്കും. ഇപ്പൊ ഇതിന്റെ പേരിലാണെങ്കിൽ നമ്മുടെ ക്യൂൻസ് ഗ്രൂപ്പിലെ മെമ്പേഴ്സിന്റെ അടുത്തായിട്ട് എല്ലാവരും അന്വേഷണത്തിനും കാര്യത്തിനായിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പോരാത്തിന് ഇവരുടെ വീടും ഇപ്പൊ പൂട്ടിയിട്ടേക്കുവാ. പോലീസുകാരൊക്കെ വന്നിട്ട് നമ്മുടെ ക്യൂൻസ് ഗ്രൂപ്പിന്റെ വീടൊക്കെ വന്നിട്ട് നല്ലതുപോലെ അന്വേഷിക്കും. എങ്കിൽ ആർക്കും തന്നെ ഒരു തെളിവും കിട്ടത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന 2 ദിവസത്തിന് ശേഷമാണ് അവിടെ നമ്മളുടെ യൂനുവിന്റെ വീട്ടിലായിട്ട് എല്ലാവരും ഇരിക്കുമായിരുന്നു. അവിടെ നമ്മളുടെ യൂനുവിന്റെ അച്ഛനാണെങ്കിൽ പറയും, എൻ്റെ മോനാണെങ്കിൽ അറിയാതെ ആ ഫാമിലി പോയി പെട്ടുപോയത്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താ അവൻ്റെ ജീവിതം ഇപ്പോൾ ഒരു പരുവമായി. എൻ്റെ മോൻ ഒരുപാട് അനുഭവിച്ചു, അവൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ യൂനുവിനെ പറ്റി അവൻ്റെ അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ ആ ഫ്രണ്ട്സില്ലേ അവരുടെ എല്ലായിടത്തും സംസാരിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ടൊരു കാറ് വരും. ഈ കാറ് കാണുന്നതും നമ്മുടെ യൂനുവിൻ്റെ വീട്ടുകാർക്കൊന്നും മനസ്സിലാവത്തില്ല. അവരാണെങ്കിൽ എന്താ സംഭവം എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനു ആണെങ്കിൽ അതിൽ നിന്ന് ഇറങ്ങി വരും. ഇത് കാണുന്ന നമ്മുടെ യൂനുവിൻ്റെ അച്ഛനും ചേച്ചിയും ചേട്ടനും എല്ലാവരും ഞെട്ടിപ്പോവും. അവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് ഓടി വരും. എന്നിട്ട് നമ്മുടെ യൂനുവിനെ പിടിച്ചിരുത്തിയിട്ട് ചോദിക്കും, മോനെ നീ എവിടെ ആയിരുന്നു, നീ ഇപ്പം എന്ത് പറ്റി ഇങ്ങോട്ട് വന്നത്, നിനക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ, ഞങ്ങളെല്ലാവരും ആ ന്യൂസ് കണ്ടായിരുന്നു, ക്യൂൻസ് ഗ്രൂപ്പ് ഇപ്പൊ ഇങ്ങനൊരു നിലയിലെത്തിയല്ലേ, അതിന്റെ കൺട്രോൾ മുഴുവൻ ആ ക്യൂൻസ് ഗ്രൂപ്പിന്റെ ഫാമിലിയുടെ കയ്യിൽ നിന്ന് പോയല്ലോ. എന്തായിരുന്നാലും അങ്ങനെയൊക്കെ സംഭവിച്ചത് നന്നായി. നിന്നെ അവരെ എന്തുമാത്രം ടോർച്ചർ ചെയ്ത്, നീ എന്തുമാത്രമാ ഇതിന്റെ പേരിലൊക്കെ അനുഭവിച്ചത്, അങ്ങനെ തന്നെ വേണം, ദൈവം എല്ലാവർക്കും അറിഞ്ഞും കണ്ടും തന്നെ ശിക്ഷ കൊടുക്കുന്നേ എന്നൊക്കെ പറയും. ഉടനെ തന്നെ നമ്മുടെ യൂനുവിന്റെ ചേച്ചി സംസാരിക്കാൻ തുടങ്ങും. അതെ അതെ, ഇവൻ പറഞ്ഞത് സത്യമാണ്, നിന്നെ അവർ എന്തുമാത്രം ടോർച്ചർ ചെയ്തത്. പോരാത്തിന് ആ ഹാങ്ങും അത്ര നല്ലവളൊന്നും അല്ല, അവളാണെങ്കിൽ കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു കുറുക്കനെ പോലാണ്. അവൾ ഒന്നും തന്നെ ആലോചിക്കാതെ നിനക്ക് ഈസി ആയിട്ട് ഡിവോഴ്സ് തന്നില്ലേ. അവൾ എന്തൊരു പെണ്ണാ, എനിക്കാണെങ്കിൽ അവളെ പണ്ട് തൊട്ടേ അത്ര ഇഷ്ടമൊന്നും അല്ലായിരുന്നു എന്നൊക്കെ നമ്മുടെ യൂനുവിന്റെ ചേച്ചി ഇരുന്ന് പറയും. പെട്ടെന്ന് തന്നെ നമ്മുടെ ആ കാറിന്റെ ഡോർ അങ്ങ് ഓപ്പൺ ആവും. അപ്പൊ നമ്മളുടെ യൂനുവിന്റെ ചേച്ചിയും ചേട്ടനൊക്കെ ഭയങ്കരമായിട്ട് ഞെട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അത് വേറെ ആരുമല്ല, നമ്മുടെ ഹാങ് തന്നെയാണ്. അവളാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ടാ പുറത്തോട്ട് ഇറങ്ങി വരുന്നത്. അവള് വന്നിട്ടാണെങ്കിൽ അവളുടെ ചേച്ചി എടുത്ത് നോക്കിയിട്ട് പറയും, നിങ്ങൾ പറഞ്ഞ ആ സ്മാർട്ടായിട്ടുള്ള ആ കുറുക്കനുണ്ടല്ലോ, അത് ഞാൻ തന്നെയാണ്, ഞാനും ഇവിടെ വന്നിട്ടുണ്ട്. ഹാങ് മാത്രമല്ല ഇപ്പൊ ഇവിടേക്ക് വന്നേക്കുന്നത്, നമ്മളുടെ ഹാങ്ങിന്റെ അമ്മ, അച്ഛൻ, അതേപോലെ തന്നെ ആൻറ്റി, ചിയോള്, ഇവരെല്ലാവരും ഉണ്ട്. ഇവരെ എല്ലാവരെയും കാണുന്ന നമ്മളുടെ യൂനുവിന്റെ ഫാമിലി ഭയങ്കര ഷോക്കായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
അവരൊരു സാധാരണ ഫാമിലിയല്ലേ, അവരെ കൊണ്ട് ഇത്രയും പേരെയൊക്കെ അഫോർഡ് ചെയ്യുന്നത് തന്നെ ഒന്ന് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.